എറണാകുളത്തെ ഉദയംപേരൂർ പഞ്ചായത്തിലാണ്. ഇത് കണ്ടനാട് ഗ്രാമത്തിലെ കണ്ടനാട് പാടശേഖരം. കൊയ്ത്ത് കഴിഞ്ഞു. കൊയ്ത്തുത്സവം കഴിഞ്ഞതിന് ശേഷമുള്ള പച്ചക്കറി കൃഷിയാണ്. പന്തലുണ്ട്, പന്തലിൽ കുറേ കാര്യങ്ങളുണ്ട്. പന്തലുണ്ട്, തണ്ണിമത്തനുണ്ട്, വെണ്ടയുണ്ട്, 22 ഐറ്റം പച്ചക്കറി ഉണ്ട്. മനു മാത്രമാണോ ചെയ്യുന്നത്? മനു ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യണം. 12 പേര് കൂടി ചെയ്യണം. ഈ പ്രാവശ്യം കൃഷി സമൃദ്ധിയുടെ ഒരു പൈസ സംഭാവന വന്നുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിലും കൂടുതൽ ചെയ്തിട്ടുണ്ട്. എത്ര സ്ഥലമുണ്ട്? ഇത് 15 ഏക്കർ മേലെ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഒരു 8 ഏക്കർ 9 ഏക്കർ ചെയ്യാറുള്ളൂ. കുറച്ചുകൂടി ഊർജിതാക്കി കൂട്ടി. ഇപ്രാവശ്യം എന്തൊക്കെയാണല്ലേ? ഈ പ്രാവശ്യം 6 ടൈപ്പ് തണ്ണിമത്തനുണ്ട്. ഉള്ളു മഞ്ഞ, പുറം മഞ്ഞ, പിന്നെ ഉള്ളു ഓറഞ്ച്, അതൊക്കെ ആദ്യമായിട്ട് ചെയ്യണം. പിന്നെ ഷമാം കൂടുതൽ ചെയ്തിട്ടുണ്ട് മാസ്ക് മെല്ലനിൽ. പിന്നെ ചെയ്യുന്ന വെണ്ട, വള്ളിപ്പയർ, കുക്കുംബർ, ഇംഗ്ലീഷ് കുക്കുംബർ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. പന്തലിൽ പടവലുണ്ട്, പാവലുണ്ട്, പീച്ചിലുണ്ട്, പിന്നെ ചൊരക്കുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. വിഷു ആകുമ്പോഴത്തേനും എല്ലാം റെഡിയാവും. സൂര്യകാന്തിയുടെ അവിടെ വന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരിക. ഭയങ്കര ജനായിരിക്കും. അപ്പോൾ ആ വരുന്ന ആൾക്കാർ ഇത് വാങ്ങി പച്ചക്കറി വാങ്ങിക്കും, തണ്ണിമത്തം മേടിക്കും. പിന്നെ ഇവിടെ നമ്മൾ തണ്ണിമത്തൻ്റെ ജ്യൂസ് കൊടുക്കും, ഷമാം ഷേക്ക് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ പൊട്ടുള്ളിരി ഉണ്ട്, പൊട്ടുള്ളിരി ജ്യൂസും കൊടുക്കും. ശ്രീനേട്ടനായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്, ഫിലിം സ്റ്റാർ ശ്രീനേട്ടനിൽ. പുള്ളി സുഖമില്ലാണ്ടായപ്പോഴത്തേനും നിർത്തിയതാണ്. ഞാൻ തന്നെയായി. ഇവിടെയാണ് ഇപ്പോഴും രക്ഷാധികാരിയാണ് അല്ലേ? മനു എത്ര കൊല്ലായി ഇത് ചെയ്തു തുടങ്ങിയിട്ട്? ഞാൻ ശ്രീനേട്ടനോട് കൂട്ടിയിട്ട് ഇപ്പോൾ 12 വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പേ കൃഷി തന്നെ, വീട്ടിൽ ആർന്നമാരും എല്ലാം കൃഷിയായിട്ട്, ഫാമിലി തന്നെ കൃഷിയായിട്ട്. എങ്ങനെ അതിന്റെ ഒരിക്കലിന്റെ ഒരു തുടക്കമാ രീതികളൊക്കെ? കുമ്മായിട്ടിട്ട് പാടം ഒഴിവന്നു. അത് കഴിഞ്ഞ് പിന്നെ ചാണകമിട്ട് നട്ടു. കൂടുതലും ജൈവം, അധികം രാസവളങ്ങളൊന്നും ചെയ്യാറില്ല. കൂടുതലും ജൈവവളം തന്നെ ചെയ്യാറ്. തൈയൊന്നും പാകാറില്ല, ഡയറക്റ്റ് വിത്ത് കുത്തിയാണ്. വല്ല ഹൈബ്രിഡാണ്, ഭയങ്കര വിലയാണ്. അതൊക്കെ മേടിക്കും. തണ്ണിമത്തനൊക്കെ 50 ഗ്രാമിന് പുറം മഞ്ഞൊക്കെ 5000 രൂപ വരെ വരും വിത്തിന്. നല്ല റിസൾട്ട് ഉറപ്പാണ്. നല്ല റിസൾട്ട് ഉറപ്പാണ്. ഇത് ഹൈബ്രിഡാണ്, അതുണ്ടല്ലോ മുട്ടിന് കാവിനാടില്ല. നീളമുള്ള കൗമുദിയുടെ കുഴപ്പമെന്നുണ്ടെങ്കിൽ നീളത്തിൽ വരുമ്പോ ഒരു വീട്ടിലേക്ക് മുറിച്ചു കൊടുക്കണ്ടായിരുന്നു. ശ്രീനിവാസനും മോഹൻലാലും കൂടി പണ്ട് മറ്റേ സഞ്ചിയിൽ വെച്ച് മുറിച്ച് കൊണ്ടുപോകാൻ കണ്ടിരുന്ന ആ സാധനമാണ്. അതാണ് ശ്രീനേട്ടന് വേണ്ടി ഒരു പ്രാവശ്യം കൗമുദി ചെയ്തായിരുന്നു. ശ്രീനേട്ടൻ എത്ര നീളം ഉണ്ടായിരുന്നു ആദ്യം ചെയ്തത്? ഒരു 12-13 മുമ്പ് പറമ്പിൽ ചെയ്തപോലെ പന്തലിട്ട് ചെയ്തപ്പോ പേപ്പറിലൊക്കെ വന്ന. പക്ഷെ അന്നൊക്കെ പറ്റുള്ളൂ, അതല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല, ആദ്യം പീച്ചിലിട്ടു. അത് ഓരോന്നോരോന്നും മാറി മാറി വന്നോണ്ടിരിക്കില്ലേ. പീച്ചിലിന്റെ അത് പീച്ചിൽ അതേ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവല് എല്ലാ പ്രാവശ്യം മുരടിച്ചു പോകാറുണ്ട്. കിട്ടിയാ കിട്ടി എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കൊണ്ടവണ കിട്ടി മാറ്റി ചെയ്ത ഇത് അധികം മരുന്നടിക്കാത്തോണ്ടേ കേടായി പോയിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടാവില്ലോ എന്ന് ഓർത്ത് ചെയ്യണം. ഇതുണ്ട് ഇത് പാവല്, ഇതുണ്ട് പടവലം, ചൊരക്ക, എല്ലാം ഉണ്ട്. 3 ഇതിൽ തന്നെയാണ്. അപ്പൊ അതിനെ വിളവിനെ ബാധിക്കില്ല. അതിനുള്ള വളം, പടിവളം ശരിക്കും കൊടുക്കും. താൽക്കാലിക പന്തല് ഒരു കൊല്ലം ഉദ്ദേശിക്കുന്നുള്ളൂ. ഒറ്റ സീസണിൽ 4 മാസം 5 മാസം അത്രേ ഉള്ളൂ. ഇത് തടം തയ്യാറാക്കിയത് എങ്ങനെയാ? തടം ചാണകട്ട് കിളച്ച് തടവ് ചെയ്ത് അതിന് കോരി നനയ്ക്കുകയാണ് ആദ്യം. കുറെ നാള് കുറച്ച് ഒരു 2 ആഴ്ചത്തോളം കോരി നനയ്ക്കും. അത് കഴിഞ്ഞാൽ പയ്യെ വെള്ളം വിട്ട് നനയ്ക്കാൻ തുടങ്ങും. മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടുള്ള പരിപാടിയൊന്നും ഒരു നടാൻ ഭാഗത്തിന് ആദ്യം കോരി നനയ്ക്കും. കോരി നനച്ച് കിളുത്ത് ഒരു 4 ഇല ആയി കഴിയുമ്പോഴത്തേനും വെള്ളം കുളമുണ്ട് വിട്ട് നനയ്ക്കും. പിന്നെ സർക്കാരിന്റെ ഒരു ഇതുണ്ട്, മോട്ടോർ ഷെഡ് ഒക്കെ ഫ്രീ ആണ്, മറ്റേ കറണ്ടൊക്കെ. കൃഷി വകുപ്പിന്റെ ശരിക്ക് കൃഷി വകുപ്പിന്റെ ഒരു സഹായം എന്നുള്ളത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഗുണമുണ്ട്. ഈ ഒരു 12 ഏക്കർ എന്ന് പറയുന്നതിൽ അപ്പോ മുഴുവൻ സമയവും ഫുൾ ടൈം നേരം വെളുത്താൻ ഇവിടെ ആയിരിക്കും, രാത്രി ആവണം വരെ ഇവിടെ ഉണ്ടാവും. വേറൊരു പരിപാടിക്കും പോകില്ല, എങ്ങും പോകില്ല. ഇത് തീർന്നു കഴിഞ്ഞാൽ പോകുള്ളൂ. ഇതിനിടയിലാണ് മോളെ ഉക്രൈനിൽ പഠിപ്പിച്ച് ഡോക്ടറാക്കി. അതെ, ടെൻഷൻ ഉണ്ടായിരുന്നു അവൾ അവിടെ പഠിക്കുന്നത്? ടെൻഷൻ അവള് പഠിച്ചോളൂ. അല്ല, ഉക്രൈനിലെ യുദ്ധം വന്നപ്പോ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടെൻഷനൊക്കെ മാറാനുള്ള സഹായിച്ച ഇതാണ് കൃഷി തന്നെയാണ്. ഫുൾ സപ്പോർട്ടാണ്. സീനിയറിന് ഫുൾ സപ്പോർട്ട്, പിന്നെ നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ട്, കൃഷി വകുപ്പിന്റെ സപ്പോർട്ട്, കൃഷി ഓഫീസർ ഉണ്ട്, വാർഡ് മെമ്പർ ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട്. ഇവരൊക്കെ ഇടയ്ക്ക് വരികയും ചെയ്യും. എപ്പോഴും വരും. ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാ ദിവസം നോക്കും. ബ്ലോക്ക് പ്രസിഡന്റ് ഇച്ചിരി സ്ഥലം കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ തീർന്നു പോകും. ജനങ്ങൾ ഇവിടെ വന്ന് അതേപോലെ തിരക്കായിരിക്കും. കഴിച്ചാൽ പിന്നെ വന്ന് മേടിക്കും. അതിൽ വെണ്ടയ്ക്കും എല്ലാ സാധനവും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.